ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കൂസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദുബായിലുള്ള ഗോൾഡ് സൂക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം നമ്മൾ ഗോൾഡ് സൂക്കിലേക്ക് പോകാനായിട്ട് ഒരു 4 മണിക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ നമ്മൾ മെയിൻ എൻട്രൻസ് ആയ ഗേറ്റ് 1 എൻട്രി ചെയ്തത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു വേൾഡ് ഗിന്നസ് റെക്കോർഡായിട്ടുള്ള ഒരു റിങ്. ആ ഒരു റിങ്ങിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആളെന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ കാഴ്ചയിലേക്ക് പോവാം. ദുബായ് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു ഗോൾഡ് സൂക്കിലേക്ക് വരേണ്ടതാണ്. അവിടുത്തെ വിസ്മയങ്ങൾ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. നല്ല തിരക്കാണ് ഏത് സമയം വന്നാലും. ഗോൾഡ് സൂക്ക് എന്ന് പറയുമ്പോൾ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഗോൾഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗോൾഡ് റിങ്ങിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 63.856 kg ആണ്. അതുപോലെ ഇതിലെ പ്രഷ്യസ് സ്റ്റോണിൻ്റെ വെയിറ്റ് വരുന്നത് 5.17 kg ആണ് വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ആ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് ഈ ഒരു വിസ്മയം നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അവരിത് മെയിനായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പോകുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് ഓൾഡ് ഗോൾഡ് സൂക്കാണ്. ന്യൂ ഗോൾഡ് സൂക്ക് വേറെ ഉണ്ട്. ഓൾഡ് ബെൽദിയ സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ മെയിൻ നെയിം എന്ന് പറയുന്നത്. ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ തന്നെ പല പല സൂക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഗോൾഡ് സൂക്കിൽ നമുക്ക് ഈ ഗോൾഡിൻ്റെ പല പല ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിട്ടും അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സുകളും നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പം ഭയങ്കര രസമാണ് നമുക്ക് കാണാൻ തന്നെ. പക്ഷേ ഭയങ്കര തൂക്കത്തിലായിരിക്കും, KG ഒക്കെ ആയിരിക്കും ഓരോന്ന് വരുന്നത്. അപ്പോൾ സ്വിങ് ആയാലും അതുപോലെ തളകളായാലും ഡ്രസ്സുകളായാലും പലതരത്തിലാണ് ഗോൾഡ് വെച്ചിട്ട് അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഗോൾഡ് സൂക്കിൻ്റെ ഓൺ സൈഡ് എന്ന് പറയുന്നത് ഫുൾ ഗോൾഡ് ഓർണമെൻറ്റ്സ്, ഗോൾഡിൻ്റെ ഓരോരോ ഷോപ്പുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഡയമണ്ടിൻ്റെ ഇതുപോലെ തന്നെ വെറൈറ്റീസാണ് ഷോപ്പുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഗോൾഡ് സൂക്കിലെ ഈ ഒരു പലതരം ഗോൾഡ് ഓർണമെൻറ്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി അതൊന്ന് തീർക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര അധികമാണ് വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇവിടെ കാണുന്ന എല്ലാം ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതാണെന്നുള്ളത് നമുക്കൊരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു കണ്ണാടിയായാലും തൊപ്പിയായാലും ക്രൗൺ ആയാലും എല്ലാം അവർ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയത്, പടച്ചട്ട പോലെയൊക്കെ. അതൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു വാളെന്നൊക്കെ പറയുമ്പം കിലോ മോർ ദാൻ കാണും. അത്രയധികം ഇതൊക്കെ വാങ്ങുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ട് അത്ഭുത വിസ്മയം നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റോളക്സിൻ്റെ പല വെറൈറ്റീസ് ഓഫ് വാച്ചുകൾ ഞാനവിടെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ഗോൾഡ് സൂക്കിൽ ചില ഷോപ്പുകളിൽ നമുക്ക് 0 മേക്കിംഗ് ചാർജിലും ഓർണമെൻറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ എല്ലാ ഷോപ്പുകളിലും ആ ഒരു 0 മേക്കിംഗ് ചാർജ് അല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെ മേക്കിംഗ് ചാർജ് കുറവുള്ള ഇല്ലാത്ത ഷോപ്പുകളുടെ അഡ്വർടൈസ്മെൻറ്റ് അവിടെ എപ്പോഴും കാണും. അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തോളും. ഗോൾഡും ഡയമണ്ടും പോലെ തന്നെ സിൽവറിൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള ജ്വല്ലറി ഷോപ്പുകൾ അവിടെ ഉണ്ട്. അതുപോലെ ഡ്രസ്സുകളുടെ ആയാലും ബെല്ലി ഡാൻസിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒത്തിരി ഷോപ്പുകൾ ഞങ്ങൾ അവിടെ കണ്ടിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നത് സിൽവർ ജ്വല്ലറീസിൽ വരുന്ന കുറേ പെൻഡൻറ്റുകളാണ്. നെയിംസിലും ഉണ്ട്, പല വെറൈറ്റീസിലൊക്കെ നമുക്ക് പെൻഡൻറ്റ് കാണാൻ സാധിക്കും. ഈവനിങ് വാക്കിനൊക്കെ ആയിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ അതിലേക്കൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനുള്ള സ്പേസും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്.
എടുത്തരാം. ഷോള് കണ്ടോ? ഗോൾഡിന്റെ ഷോള്. ഷോള് മേടിച്ചാലോ? എനിക്ക് പൊതുവെ ഷോളും ഇല്ല. എന്നപ്പോ ഒരെണ്ണം അങ്ങ് വാങ്ങായിരുന്നല്ലേ. വള പിള്ളേർ ഗോൾഡ് സൂക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അടുത്ത ഷോപ്പുകളിലൊക്കെ ആയിട്ട് സാഫ്രോണിൻ്റെയൊക്കെ വെറൈറ്റീസും സാഫ്രോണിന് മാത്രമായിട്ടുള്ള വലിയ ഷോപ്പും ഒക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി അധികം ഷോപ്പുകളും ഒക്കെ ഉള്ളൊരു വലിയ മാർക്കറ്റാണ് ഈ ഓൾഡ് ബൽദിയ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. സാഫ്രോണിൻ്റെ ഷോപ്പുകളെ പോലെ തന്നെ ഇതുപോലെ പെർഫ്യൂമിൻ്റെ ഷോപ്പുകളും വെറൈറ്റീസായ മിക്സിങ് ചെയ്യുന്ന പെർഫ്യൂം ഷോപ്പുകളും ഒക്കെ ഞാൻ അവിടെ കണ്ടു. ഒത്തിരി പെർഫ്യൂം ഷോപ്പുകളുണ്ട്, അത്തർ ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ വെറൈറ്റി ഗിഫ്റ്റുകളുടെ ഷോപ്പുകൾ അവിടെ ഞാൻ കണ്ടു. അങ്ങനെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സ്പൈസസിൻ്റെയും അതുപോലെ പോട്ടുകളുടെയൊക്കെ പല പല ഷോപ്പുകൾ അവിടെ ട്രഡീഷണൽ ഷോപ്പുകളുണ്ട്. ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു സമയമാണ്, ഷോപ്പിങ്ങിനൊക്കെ പറ്റിയൊരു സ്ട്രീറ്റാണ് ഈ ഒരു ഓൾഡ് ബൽദിയ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കാണാനായാലും ശരി നല്ലൊരു രസമാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ പെർഫ്യൂം ഷോപ്പുകളിലൊക്കെ എന്ന് പറയുമ്പോൾ പെർഫ്യൂമുകൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായാലും ശരി നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് ചൂസ് ചെയ്യാണ്. ഓരോ ബോട്ടിൽസിൻ്റെയൊക്കെ ഷേപ്പുകൾ കാണാൻ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പല പല പെർഫ്യൂം ബോട്ടിൽസുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മണത്തിനനുസരിച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്മെല്ലുകളൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നമുക്കിഷ്ടമുള്ള ക്വാണ്ടിറ്റിയിലായാലും ശരി അവർ നമുക്കത് മിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഓൾഡ് ബൽദിയ സ്ട്രീറ്റിലെ വിശേഷങ്ങൾ തീർന്നില്ല. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് ഓൾഡ് ബൽദിയ സ്ട്രീറ്റും അവിടെ നിന്ന് നമ്മൾ ബോട്ടിങ്ങിലൂടെ ഫഹദി മാർക്കറ്റിലേക്ക് പോയതോ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.